Very good evening. Welcome to Magic English. My dears. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ മാജിക് ഇംഗ്ലീഷ് സെഗ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാം അല്ല. അപ്പൊ എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ച് ക്ലാസ് എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ടെൽ യു, ഉണ്ട് എന്നുള്ളതിന് നമ്മൾ പറയുന്ന ചില വേർഡ്സ് അല്ലെ. ഉണ്ട്, ഉണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ചില വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്സിലറി വേർബ്സ് ആയിട്ടുള്ള ഹാവും ഹാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഉണ്ട് എന്ന് പറയാം അല്ലെ. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്, ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് തന്നെയാണ്. അതിനകത്ത് ചില വേർഡ്സിന്റെ കൂടെ ഹാവും ചിലതിന്റെ കൂടെ ഹാസ് വേർഡ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വേറൊരു സെഷനില്. അതിനൊരു പാട്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ആ പാട്ടൊന്ന് ഓർമ്മപ്പെടുത്താം. I have, you have, they have, we have, he has, she has, it has, Shapna has. അല്ലെ. അപ്പൊ ഉണ്ട് എന്നുള്ളതിനാണ് ഹാവ്, ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹാഡ് ആണ്. ഇത് നമ്മൾ ഒരു ഐ വെച്ചിട്ടാണെങ്കിലും ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, അതുപോലെ ഷപ്ന ഒരാളുടെ പേര് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹാവും ഹാസും ഹാഡൊക്കെ ഉപയോഗിക്കണം. എന്നാൽ ഒരു വാചകത്തിന്റെ ആരംഭത്തില് നമ്മൾ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? അങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് നമുക്ക് പറയേണ്ടതല്ലേ? ഉണ്ട് എന്ന് പറയുന്നതിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനും ഒരുപാട് ആവശ്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ഒരു 30% ഒക്കെ ഇംഗ്ലീഷ് സംസാരത്തിന് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യൂട്ടിലൈസ് ഇറ്റ് മാക്സിമം, പരമാവധി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യണം. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഒരു വാചകത്തിന്റെ സ്റ്റാർട്ടിങ്ങില് ദർ ഈസ്, അതുപോലെ ദർ ആർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ദർ ഈസ് സ്പെല്ലിംഗ് THEREIS, there is, THERE ARE, there are. ഇത് രണ്ട് സെന്റൻസിനും അർത്ഥം വരുന്നത്, ഈ ഒരു സ്ട്രക്ചറിന്റെ അർത്ഥം വരുന്നത് ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇപ്പൊ ഈസ്, ദർ ഈസ്, ദർ ആർ എന്നുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? എന്താണ്? ഓക്കെ, റെസ്പോൺസ് കിട്ടാൻ വൈകും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം, സമയം ലാഗ് ചെയ്യുന്നതിൽ ഔചിത്യം ഇല്ലാതെ തോന്നുന്നു. സോ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്, ഒരു വാചകത്തിന്റെ ആരംഭത്തിൽ പറയാൻ വേണ്ടിയിട്ട് ദർ ഈസ് യൂസ് ചെയ്യും, അതുപോലെ ദർ ആർ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു അല്ല. അപ്പോ സിംഗുലർ ആണെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാചകം ഉണ്ടല്ലോ, അത് ഏകവചനത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ ദർ ഈസ് വെച്ചിട്ടാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ ഒന്നിൽ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദർ ആർ ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ദർ ഇസ് എ ബുക്ക്, ദർ ഇസ് എ കാർ, ദർ ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മിസ്റ്റേക്ക് ആണ്. കാരണം ഉണ്ട്, ദർ ഇസ് എ ബാഗ്, ഒരു ബാഗ് ഉണ്ട്, എവിടെ ഉണ്ട് അതും കൂടെ പറയണം. ഓക്കെ, അതായത് ആ സെന്റൻസിന്റെ അവസാനത്തിൽ എവിടെയാണ് സ്ഥലം എന്ന് പരാമർശിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോ ഇവിടെ ഒരു ബാഗ്, ഇതിപ്പോ മേശയാണ്, ഞാൻ ഇരിക്കുന്ന എന്റെ സെന്റൻസ് ഫ്രണ്ടിലുള്ളത് മേശയാണ്, ടേബിൾ. എന്താ പറയാ? ടേബിൾ അല്ല, ടേബിൾ. അപ്പൊ ഈ ടേബിളിന്റെ മീതെ ഒരു ബാഗ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദർ ഇസ് എ ബാഗ്, എവിടെയുള്ളത്? ഓൺ ദ ടേബിൾ, അങ്ങനെ പറയണം. അപ്പോ ദർ ഇസ് എ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് ഉണ്ട് എന്നായി. എവിടെയാ ഉള്ളത്? ഓൺ ദ ടേബിൾ, മേശയുടെ മീതെ. അങ്ങനെ വരുമ്പോഴേ വാചകം ഫിനിഷ് ആവത്തുള്ളൂ, പൂർത്തിയാവത്തുള്ളൂ. അല്ലാതെ ദർ ഇസ് എ ബാഗ് എന്ന് പറഞ്ഞാൽ എവിടെയാ, എന്താ, ആർക്കറിയാം, ആ ലെവലായിട്ട് പോകും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ക്ലിയർലി, ജസ്റ്റ് ലൈക്ക് ദിസ്, ദർ ഇസ് എ ബാഗ് ഓൺ ദ ടേബിൾ. ഇനി ഇതുപോലെ ഈ ടേബിളിനെ തന്നെ നമുക്ക് പിടിക്കാം അല്ലെ. ടേബിളിന്റെ മീതെ, താഴെ, അടുത്ത്, മുന്നില്, ബാക്കില്, ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, ഈ ടേബിളിന്റെ മീതെ ഒരു ബാഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ബോക്സ് മുകളിലുള്ളത് നിൽക്കട്ടെ, മുകളിൽ ആ ബോക്സ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനകത്തോട്ട് ഒരു പേന വെക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ എങ്ങനെയാ പറയാ? പേന ഒന്നാണ് അല്ലെ, ഒരു പേനയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദർ ഈസ് വേണോ ദർ ആർ വേണോ എന്ന് ചിന്തിക്കാൻ കൺഫ്യൂഷൻ ഒന്നുമില്ല. ദർ ഈസ് മതിയാകും. ദർ ഈസ് എ, എന്താണുള്ളത്? ദർ ഈസ് എ പെൻ.
എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ബോക്സ് തുറന്നിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ വെച്ചു. അപ്പൊ ഉള്ളിൽ എന്നുള്ളതിന് ഓൺ അല്ല, എന്താണ്? ഇൻ ആണ്. ഓക്കെ, അപ്പൊ there is a pen in the box. കണ്ടോ, എവിടെയാണ് സ്ഥലം എന്ന് പരാമർശിക്കണം. അപ്പൊ ആ വാചകം പൂർത്തിയാകും. അപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള സെന്റൻസ് ആണ്. there is a pen in the box. ക്ലിയർ അല്ലേ? ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ എന്നൊക്കെ പറയും. ഇനി നമുക്ക് അടിയിലായിക്കോട്ടെ. ഇപ്പൊ ഈ മേശ, ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ തൊട്ട് മുന്നിലുള്ള ടേബിളിന്റെ താഴെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. എനിക്ക് പൂച്ചക്കുട്ടി ഭയങ്കര പേടിയാണ് കേട്ടോ. എനിവേസ് അതൊക്കെ പോട്ടെ, നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മേശയുടെ താഴെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. അപ്പൊ ഇവിടെ താഴേന്ന് നമുക്ക് പറയാം. താഴെ എന്നുള്ളതിന് എന്തുവാ? അണ്ടർ. ഓക്കെ, സോ there is a cat. ഒരു പൂച്ചയല്ലേ ഉള്ളൂ, അപ്പൊ ഒന്ന് അമ്പ ഈസ് മതി. there is a cat under the table. there is a cat under the table. ഇപ്പൊ എന്തൊക്കെയായി? ഇന്നായി അല്ലെ, ഇൻ ഉള്ളിൽ, ഓണായി, ഓൺ എന്ന് വെച്ചാൽ മേലെ, അണ്ടർ ആയി, അണ്ടർ എന്ന് വെച്ചാൽ താഴെ. ഫൈൻ. സോ അപ്പൊ അതുമായി. ഇനി നമുക്ക് അടുത്ത്, തൊട്ടടുത്താണെങ്കിൽ നമുക്ക് എന്താ പറയാം? നിയർ എന്ന് പറയാം. NEAR, നിയർ, അടുത്ത്. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ അടുത്ത് ഇവിടെ ഒരു എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. there is a ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ there is a friend near me, എന്റെ അടുത്താണ് അല്ലെ, നിയർ മീ, എന്റെ അടുത്ത്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ മേശയുടെ അടുത്ത് ഒരു ചെയർ ഉണ്ട് അല്ലെ, ഞാൻ ഇരിക്കുന്നു ചെയറിലാണ്, ഇത് ടേബിളാണ്. അപ്പൊ തൊട്ടടുത്തല്ലേ ഉള്ളത്. അപ്പൊ ഈ മേശയുടെ തൊട്ടടുത്തുള്ള ചെയർ, ഇവിടെ മേശയുടെ തൊട്ടടുത്ത് ചെയർ ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് there is a chair. എന്താണ് ഉള്ളത് അതാദ്യം പറയണം. there is a chair, ഒരു ചെയർ ഉണ്ട്. എവിടെ? there is a chair near the table. there is a chair near the table. അങ്ങനെ പറയാം. നിയറുമായി, ഇന്നായി, ഓണായി, അണ്ടറായി, നിയറായി. ഇനി എന്താ? പിറകിലാണെങ്കിലോ, എന്റെ പിറകിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാകും. എന്റെ പിറകിൽ എന്താ ഉള്ളത്? ഈ ടേബിളിന്റെ ബാക്കിലായിട്ട് ചെയർ ഉണ്ട്, ഞാൻ ഇരിക്കുന്ന ചെയർ. അതിന്റെ ബാക്കിലായിട്ട് ഒരു ഡോർ ഉണ്ട് അല്ലെ, ക്ലോസ് ചെയ്തിട്ടുള്ള ഡോർ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ലേ? അപ്പൊ അതെങ്ങനെ പറയാം? ഡോർ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പറയാം there is a door. there is a door. എന്തുകൊണ്ട്? ഒരു വാതിലുണ്ട് അല്ലെ. there is a door. എവിടെ? ബിഹൈൻഡ് മീ എന്ന് പറയാം, എന്റെ പിറകിൽ. അല്ലെങ്കിൽ ബിഹൈൻഡ് ദ, ഇത് ചെയർ അല്ലേ, ചെയറിന്റെ ബാക്കിലല്ലേ, അല്ലെങ്കിൽ നമുക്ക് ടേബിളിന്റെ ബാക്കിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ചെയറിന്റെ ബാക്കിൽ എന്ന് പറയാം. അപ്പൊ ഏറ്റവും അടുത്ത് നോക്കുമ്പോൾ ചെയറിന്റെ അടുത്താണ്, ചെയറിന്റെ ബാക്കിലായിട്ടാണ് ഡോർ ഉള്ളത്. അപ്പൊ എങ്ങനെ പറയാം? there is a door. ഒരു വാതിലുണ്ട്. എവിടെ? നിയർ ദ ചെയർ. നിയർ ദ ചെയർ, ചെയറിന്റെ അടുത്ത്, കസേരയുടെ അടുത്ത്. അങ്ങനെയാണോ? അങ്ങനെയല്ല, പിറകിലാണ്. ഓക്കെ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്താണ്. നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? പിറകിൽ എന്നല്ലേ. അപ്പൊ ബിഹൈൻഡ് ആണ്, BEHIND, ബിഹൈൻഡ്, പിറകിൽ. എങ്ങനെയാ? there is a door behind the chair. അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്റെ പിറകിൽ നിന്നാണെങ്കിൽ there is a chair, sorry, there is a door behind me എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ? ഇന്ന് ഉള്ളിൽ, ഓൺ മേലെ, then അണ്ടർ താഴെ, നിയർ അടുത്ത്, ബിഹൈൻഡ് പിറകില്. മുന്നിലാണെങ്കിലോ അങ്ങനെയും പറയേണ്ടി വരുമല്ലോ. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയും മുന്നിൽ എന്നുള്ളതിന്. INFRONTOF. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പൊ മുന്നിൽ എന്നാണ് അർത്ഥം വരിക. അപ്പൊ എന്റെ മുന്നിൽ എന്താ ഉള്ളത്? കറക്റ്റ് നമ്മൾ ടേബിളിനെ തന്നെ നമുക്ക് പിടിക്കാം അല്ലെ. സോ എന്റെ മുന്നില് ടേബിൾ ഉണ്ട്. അപ്പൊ there is a table അല്ലെ, മേശയുണ്ട്, അതിലാണ് കാര്യം. ഓക്കെ, there is a table. എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് മീ, എന്റെ മുന്നിൽ. ഇനിയിപ്പൊ ചെയറിന്റെ മുന്നിലും ടേബിൾ തന്നെയാണല്ലോ അല്ലെ. ചെയർ പിറകിലാണ്, ചെയറിന്റെ മുന്നിലാണ് ടേബിൾ ഉള്ളത്. അപ്പൊ എങ്ങനെ പറയാം? there is a, എന്താ ഉള്ളത്? ടേബിൾ ഉണ്ട്. there is a table. എവിടെ? ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ചെയർ, ചെയറിന്റെ മുന്നിൽ ടേബിൾ ഉണ്ട്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഓക്കെ, അപ്പോ there is എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഒരു വാചകത്തിന്റെ ആരംഭത്തിൽ ഉണ്ട് എന്ന് വരണമെങ്കിൽ എന്ത് വേണം? there is വേണ്ടി വരും. ഒരു സെൻട്രൽ പോർഷനിലൊക്കെ ആയിട്ട് നമ്മൾ ഹാവും ഹാസ് ഒക്കെ ഉപയോഗിക്കാൻ. ഇപ്പൊ ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്, അവിടെ there is അല്ല ഉപയോഗിക്കുന്നത് അല്ലെ. ഐ ഹാവ് എ പെൻ, ഷീ ഹാസ് എ പെൻ, അവൾക്കൊരു പേനയുണ്ട്. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. ഹാവ് എന്ന് വന്നു, ചിലടത്ത് ഹാസ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ കൂടെ ഹാവ്, എന്തിന്റെ കൂടെ ഹാസ്.
എല്ലാവരും ഡൗട്ട്സ് ഉള്ളവര് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണേ. എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മാജിക് ഇംഗ്ലീഷിന്റെ സെഷൻസ്, ലൈവ് സെഷൻസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷബ്ന ഷാലോസ് മാജിക് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. എന്നിട്ട് പ്ലേലിസ്റ്റ് 1 മുതൽ ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വാച്ച് ചെയ്യാം. പ്ലസ് സൺഡേസിൽ നടക്കുന്ന ഫ്രീ സെഷൻ ഉണ്ട് സൂമില്. 7:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 7:30 to 8:30. അതിന് മുൻപേ തീർന്നു വെച്ചാൽ നമ്മുടെ കോണ്ടന്റ് തീർന്നു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിനനുസരിച്ചൊക്കെ അതിന് മുൻപേ ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്തേക്കാം. എനിവേസ് 7:30 ഷാർപ്പ് 7:30 സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് കിട്ടിയത്. എനിവേസ് നമ്മൾ ദരീസ് പറഞ്ഞു അല്ലെ. ദരീസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് മാത്രമാണ് മനസ്സിലാക്കിയത്? നോ. എന്താ മനസ്സിലാക്കിയത്? നമ്മൾ അതിൽ കൂടുതൽ ചില കുഞ്ഞു കുഞ്ഞു പ്രപ്പോസിഷൻസും കൂടെ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ്? ഇൻ ഉള്ളിൽ, ഓൺ മേലെ, അണ്ടർ താഴെ, അതുപോലെ ബിഹൈൻഡ് പിറകില്, ഓക്കെ. അതുപോലെ എന്താണ്? നിയർ അടുത്ത്, ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രപ്പോസിഷൻസ് ആയിട്ടും യൂസ് ചെയ്യാം. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. ഫൈൻ. ഒന്നാണെങ്കിൽ ദർ ഈസ് അല്ലെ. ഉണ്ട് എന്ന് പറയുന്നത് ഒരു വാചകത്തിന്റെ ആരംഭത്തിൽ ഒരു കാര്യത്തെ കുറിച്ചാണെങ്കിൽ ദർ ഈസ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ ദർ ആർ, THERE ARE, ദർ ആർ. അതിന്റെ അർത്ഥവും സെയിം ആണ്. ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം, വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം എന്താ? ഏകവചനത്തിന്റെ സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ദർ ഈസ് വെച്ചിട്ട് പറയണു, ബഹുവചനാണെങ്കിൽ ദർ ആർ വെച്ചിട്ട് പറയണു. ഓക്കെ, അപ്പൊ നമുക്ക് ദർ ആറിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഓക്കെ, ഈസ് ദർ എനിബഡി ഫോർ റെസ്പോണ്ടിങ്? ഹലോ. ഓക്കെ, ഫൈൻ. അധിക സമയം കളയുന്നില്ല, റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും സമയം എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ലാഗ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് ഡിസ്ട്രാക്ഷൻസ് ബുദ്ധിമുട്ട് വരും. അത് കാരണം എന്താണ്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ്? ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ദർ ആർ എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി ദർ ആറിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആവാം. ദർ ആർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ. എന്തായാലും ഒന്നിൽ കൂടുതൽ വേണം. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ രണ്ടാകാം, രണ്ടിൽ കൂടുതലാകാം, അതല്ലേ ഒന്നിൽ കൂടുതൽ. അപ്പൊ ദർ ആർ 2 ബൾബ്സ് ഇൻ ദ റൂം അല്ലെ. ഈ റൂമിൽ എത്ര ബൾബ്സ് ഉണ്ട്? 2 ബൾബ്സ്. ബൾബുകൾ ദർ ആർ, ആറാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ദർ ആർ 2 ബൾബ്സ്. അത്ര പറഞ്ഞു നിർത്താൻ പറ്റില്ല. ദർ ആർ 2 ബൾബ്സ് എന്ന് പറയുമ്പോൾ രണ്ട് എന്തുണ്ട്? ബൾബുകൾ ഉണ്ട്. എവിടെ എവിടെ? ഓക്കെ, അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി വേണം. അതുകൊണ്ട് തന്നെ ദർ ഈസ്, ദർ ആർ ഒക്കെ വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അവസാനിപ്പിക്കലും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ എവിടെ കൺക്ലൂഡ് ചെയ്യുന്നു അല്ലെ, പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എവിടെയാണ് സ്ഥലം എന്നുള്ളത് പരാമർശിക്കാതിരുന്ന ഒരു കൺഫ്യൂഷൻ ഇട നൽകും. അപ്പൊ അതിന് സാധ്യത പാടില്ല. സോ യു ഹാവ് ടു ക്ലിയർ ദ സെന്റൻസ്, ഓക്കെ, കെയർഫുള്ളി. അപ്പൊ ആ ഒരു കാര്യം മറക്കരുത്. സെന്റൻസ് പൂർത്തീകരിക്കണം. പകുതിക്ക് ഇട്ടിട്ട് പോരുത്. കോമ ഇട്ടാ പോരാ, ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫൈൻ. അപ്പോ ദർ ആർ 2 ബൾബ്സ് ഇൻ ദ റൂം എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഇവിടെ ഒരു ഫാൻ, ഒന്ന് പറ്റത്തില്ല. അപ്പൊ ഞാൻ തൽക്കാലം കുറച്ച് എക്സാമ്പിൾസ് എന്റെ കയ്യിൽ നിന്ന് ഇടുവാണ്. എന്നൊക്കെ കാണിച്ചു തരാൻ ഇപ്പൊ വീഡിയോയിൽ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അങ്ങ് പറയാം അല്ലെ. പൂന്തോട്ടം ആലോചിച്ച് നോക്കൂ മനസ്സിൽ. ഒരു പൂന്തോട്ടം, അതിനകത്ത് ഒരു പൂവല്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് ചെടികൾ ഉണ്ടാകും അല്ലെ, ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ. അപ്പോ ധാരാളം എന്നുള്ളതിന് 2-3 വേർഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എ ലോട്ട് ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ മെനി എന്ന് പറയാം, സോ മെനി എന്ന് പറയാം. എ ലോട്ട് ഓഫ്, LOTOF, എ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം, കുറെ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ മെനി എന്ന് പറയാം, MANY, മെനി, ധാരാളം എന്ന് തന്നെയാണ് അർത്ഥം. സോ മെനി, SOMANY, സോ മെനി എന്ന് വെച്ചാലും കുറേന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇനി ഒരുപാട് ഉണ്ടാവും. നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ പറയാം, അതുപോലെ ബാക്കിയൊക്കെ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ മെനി എന്ന് പറയാം, അതുപോലെ സോ മെനി എന്ന് പറയാം, എ ലോട്ട് ഓഫ് എന്ന് പറയാം. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് കുറെ എന്നുള്ളതിന് ഉപയോഗപ്പെടുത്താം. നമുക്ക് ഈ സെന്റൻസുകളിലേക്ക് മൂവ് ചെയ്താലോ. ഫൈൻ. ഓക്കെ, there are a lot of flowers in the garden. There are ഉണ്ട് എന്ത്? There are a lot of flowers. ഒരുപാട് പൂക്കളുണ്ട്. എവിടെയൊക്കെ പൂക്കൾ ഉണ്ടാവുന്നത്? ഗാർഡൻ, പൂന്തോട്ടത്തിൽ. അപ്പൊ there are a lot of flowers in the garden. There are a lot of flowers in the garden. പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ ഇനി പൂന്തോട്ടത്തിൽ ചിലപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മധു നുകരാൻ വേണ്ടിട്ട് അല്ലെ, തേൻ നുകരാൻ വേണ്ടിട്ട്
നമ്മുടെ പൂമ്പാറ്റകളൊക്കെ പാറി പറന്നെത്താറുണ്ടല്ലോ. അപ്പൊ പൂന്തോട്ടത്തിൽ ധാരാളം പൂമ്പാറ്റകളുണ്ട് എന്നങ്ങ് പറഞ്ഞാലോ. ആദ്യം എന്തിനാണ് പ്രസക്തി, എന്തുണ്ട് എന്ന് ആദ്യം പറയണം. പൂന്തോട്ടമുണ്ട് എന്നുള്ളതല്ല നമ്മളിവിടെ പ്രധാനമായിട്ട് പറയുന്നത്. എന്താണ് അവിടെ പൂമ്പാറ്റകളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്. ഇതാണ് നമ്മൾ പ്രസക്തി കൊടുക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണോ അത് ഫസ്റ്റ് പറയണം. There are a lot of butterflies. എന്താണുള്ളത്? ഒരുപാട് പൂമ്പാറ്റകളുണ്ട്. എവിടെയുള്ളത്? In the garden. അല്ലെ? There are a lot of butterflies in the garden. There are a lot of butterflies in the garden. അങ്ങനെ പറയാം. ഇനി നമുക്ക് a lot of പറ്റത്തുള്ളൂ, അങ്ങനെ ഇല്ല. വേറെ എന്തൊക്കെയാ പറ്റുന്ന? many എന്ന് വെച്ച് പറയാം, so many എന്ന് വെച്ചിട്ട് പറയാം. ഇനി വേണമെങ്കിൽ ഒന്നിൽ കൂടുതലാകുമ്പോൾ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ടും പറയാം. ഇപ്പൊ there are 5 birds on the branch of a tree എന്നൊക്കെ പറയാം അല്ലെ. there are എന്തുണ്ട്? there are 5 birds, 5 പക്ഷികളുണ്ട്. എവിടെ ഇരിക്കുന്നത്? on the branch of a tree, ഒരു മരത്തിന്റെ കൊമ്പില്, ശിഖരത്തില് ഇരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ there are എന്ന് വെച്ചിട്ട് നമ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതലുള്ള നമ്പർ പറയാം, അല്ലെങ്കിൽ മെനി എന്ന് പറയാം, അല്ലെങ്കിൽ സോ മെനി എന്ന് പറയാം, അല്ലെങ്കിൽ a lot of എന്ന് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് 2-3 എക്സാമ്പിൾസും കൂടെ പറഞ്ഞു നോക്കാം അല്ലെ. റെഡി അല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട്? Listen carefully. Above that, you have to practice more and more examples. Okay. കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്ന സിറ്റുവേഷൻസിലൊക്കെ മാക്സിമം പറയാം. തെറ്റിക്കോട്ടെ സാറില്ല, പറയാ. പറഞ്ഞു നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐ ആം വിത്ത് യു. വൈ ആർ യു വറിയിങ്? നിങ്ങൾ വറീസിന്റെ ഒന്നും ആവശ്യമില്ല. മാജിക് ഇംഗ്ലീഷ് പിന്നെ ഞാൻ ഷപ്ന ഷാരൂഖ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ബി വിത്ത് മീ, എന്റെ കൂടെ തന്നെ ഉണ്ടാവുക. ലിസൺ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സൂമിൽ കണക്ട് ആവുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് ഞാൻ ആസ് എ മെന്റർ ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാൻ. സോ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആണ്, അത് നല്ലത് തന്നെയാണ്, സപ്പോർട്ടിങ് തന്നെയാണ്, ഒരു സംശയമില്ല. അബവ് ദാറ്റ് യു ഹാവ് ടു ബി വിത്ത് മീ. എങ്ങനെ? സൂം വഴി കേട്ടോ. അതും കൂടെ ഒന്ന് കണക്ട് ആവാൻ നിൽക്കുമ്പോൾ എനിക്കും കൂടി ഇച്ചിരി ആവേശമായിരിക്കും. കൂടുതൽ പേര് സൂമിൽ കണക്റ്റഡ് ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇസ് ഇറ്റ് ക്ലിയർ? യാ, ഓക്കെ. സോ ഇപ്പൊ എന്താണ് നമ്മള് there are വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഒരു കുറച്ചും കൂടെ പറഞ്ഞു നോക്കാം. there are ഉണ്ട് എന്ന് തന്നെയാണ്. there are many butterflies in the garden. there are so many flowers in the garden. there are a lot of birds on the branch of a tree എന്നൊക്കെ പറയാം. ഇനിയോ ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞു, അതുപോലെ ഇൻ ദ ഗാർഡൻ പറഞ്ഞു. ഇനിയിപ്പോ ഇന്ന് ഓണേ പറ്റുള്ളൂ അങ്ങനെയില്ല, എവിടെയാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നേരത്തെ നമുക്ക് ഒത്തിരി പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തില്ലേ, ഇന്ന്, ഓണ്, അണ്ടർ, അതുമാതിരി. ഇനിയും ഞാൻ പറഞ്ഞത് മാത്രമല്ല, പ്രപ്പോസിഷൻസ് ധാരാളം ഇനിയും ഉണ്ട്. ഞാൻ കുറച്ചെണ്ണം എടുത്ത് പറഞ്ഞു നീ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇപ്പൊ there is ഉണ്ട്, there are ഉണ്ട്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ഫൈൻ. ടൈം നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ 7:48 ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു ഏരിയ ക്ലിയർ ആകും. ഇസ് ദർ എനിബഡി ഫോർ റെസ്പോണ്ടിങ്? ഹലോ ഹലോ ഹലോ. ഹായ് സിനത്ത. ഹായ്. എപ്പോഴാ വന്നേ? ഞാൻ ഒരു 7:35 ഏതാണ്ട്. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഡിഡ് യു ഗെറ്റ് ദ ഐഡിയ? യെസ്. ഓക്കെ, അപ്പൊ there is വെച്ചിട്ടുള്ള there is എന്ന് പറഞ്ഞാൽ ഉണ്ട്, there are എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പം there is ഉം there are ഉം വെച്ചിട്ട് ഓരോരോ സെന്റൻസ് പറയാൻ പറ്റുമോ? there is വെച്ചിട്ട് ഒരു വാചകം പറഞ്ഞു നോക്കിക്കേ. There There is is a child in my house. There is a child in my house. Okay, അപ്പൊ there is a child, ഒരു കുട്ടി ഉണ്ട്. in my house, എന്റെ വീട്ടിൽ. അങ്ങനെ അത് പറയുമ്പോഴാണ് അത് വാചകം പൂർത്തിയാവുക. ഉണ്ട് എന്ന് പറയേണ്ടത് നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്, നല്ലപോലെ യൂസ് ചെയ്യേണ്ട കാര്യമാണ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി there are വെച്ചിട്ടൊന്ന് പറഞ്ഞോളൂ സീനത്ത. There are a lot of ചെടികൾക്ക് എന്താ പറയാ? പ്ലാന്റ്സ് എന്ന് പറയാം. പ്ലാന്റ്സ്. There are a lot of plants in my house. There are a lot of plants in my house. Very good. അപ്പൊ there is ഉം there are ഉം ക്ലിയർ ആണ് അല്ലെ.
ഇനി Yes. ചോദ്യമാക്കുന്നതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇനി ഒന്നുകൂടെ പറയാം. ഉണ്ട് എന്ന് പറയാൻ ഈസ്, there is, Is. there are ഒരു വാക്കാണ്. there is, there are എന്ന് ഞാൻ പറഞ്ഞു. ഒരു വാചകത്തിന്റെ ആരംഭത്തിലാണെങ്കിൽ, ഇടയിലാണെങ്കിൽ ഹാവും ഹാസ് ഒക്കെയാണ്. അതറിയാലോ. ഹാവ് എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒരു പേന ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പുസ്തകമുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ ഐ ഹാവ് എ പെൻ, ഷീ ഹാസ് എ പെൻസിൽ എന്നൊക്കെ പറയും. ഹാവും ഹാസും ആണ്. പക്ഷെ ഒരു വാചകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഉണ്ട് വെച്ച് പറയാൻ there is ആണ്. അത് വളരെ കുറച്ച് ഇച്ചിരി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നല്ലതാണ്. നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ പറയാം. ഇത് നേരെ തിരിച്ച് അല്ലെ, ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ പറയുന്നത്? സാധാരണ രീതിക്ക് എന്താ പറയുന്നത്? നമ്മള് ഒരു വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അത് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യും. വാസ്, WAS വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. WERE വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അത് ഈ സിംഗുലർ പ്ലൂരൽ വ്യത്യാസമാണ്. വാസ് എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, വേർ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് ആയിരുന്നു എന്നാണ്, ഉണ്ടായിരുന്നു എന്നല്ല. പാസ്റ്റ് തന്നെയാണ്, കഴിഞ്ഞു പോയത് തന്നെയാണ്. പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ്. അതെ. ഹു ഇസ് ദിസ്? ആരെങ്കിലും വേറെ കണക്ട് ആയിട്ടുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. വെയിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ. ഹാഡ്, HAD, ഹാഡ്, ഉണ്ടായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ ഹാഡ് ആണ് ഉണ്ടായിരുന്നു. ഹാസും ഹാവും ഉണ്ട് എന്നാണ്. ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹാഡ് ആണെങ്കിലും ഒരു വാചകത്തിന്റെ സെന്ററിലൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഐ ഹാഡ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വിഷൻ, എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഐ ഹാഡ് എ സിസ്റ്റർ, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഇപ്പൊ there isഉം there areഉം പറഞ്ഞതുപോലെ ഒരു വാചകത്തിന്റെ തുടക്കത്തില് ഉണ്ടായിരുന്നു എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം? ക്യാൻ യു ഗസ് ചെയ്യാൻ പറ്റുമോ? ഹാഡ് അല്ല, there isഉം there areഉം ഉണ്ട് എന്നാണ്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിന്? അത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കിക്കോളൂ. തെറ്റിക്കോട്ടെ. Come on. There were എന്ന് പറയാൻ പറ്റുമോ? there were ഉം there was ഉം. ഉണ്ടായിരുന്നു എന്നുള്ളതിന് there was, there, 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 WAS was, there was. അതുപോലെ THERE, there, WERE, were. H വരുമ്പോ എവിടെ എന്നുള്ള വേറാണ്. H ഇല്ലാതിരിക്കുമ്പോ ആയിരുന്നു എന്നാണ്. ഇപ്പോ വാസും വേർ ഒറ്റയ്ക്ക് പറയുമ്പോ ആയിരുന്നു എന്നാണ്. പക്ഷേ there was, there were എന്ന് പറയുമ്പോ അർത്ഥം പാടെ മാറി ഉണ്ടായിരുന്നു എന്നാണ്. there was, അത് ഈ കഥയൊക്കെ എഴുതുമ്പോഴേ, നമ്മൾ കഥകളൊക്കെ വായിക്കുമ്പോഴും കഥകളൊക്കെ എഴുതുമ്പോഴൊക്കെ ഒരിക്കലും ഒരിടത്തല്ലേ ഒരു രാജാവ്, പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ. There was a king lived in the forest. There was a beautiful princess lived in a palace എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. There was ഉണ്ടായിരുന്നു. There were ഉണ്ടായിരുന്നു. സെയിം ആണ് അർത്ഥം. പക്ഷെ വ്യത്യാസം എന്തായിരിക്കും? പറഞ്ഞോളൂ. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയായിരിക്കും. There was എന്ന് പറഞ്ഞാല് there was സിംഗുലർ ആണ്, ഏകവചനാണ്. There were ആണെങ്കിൽ ബഹുവചനാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ there is പറഞ്ഞതുപോലെയാണ് there is പറഞ്ഞതുപോലെയാണ് there was. വ്യത്യാസം എന്താ? there is എന്ന് പറഞ്ഞാൽ ഉണ്ട്, there was എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. there is എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, അതോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഉണ്ട്, there is. ഈ there was എന്ന് പറഞ്ഞാൽ ഏകവചനം തന്നെയാണ്, പക്ഷെ അതെന്താ? ഉണ്ടായിരുന്നു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഓക്കെ. അതേപോലെ there are എന്ന് പറഞ്ഞാൽ ഉണ്ട്, പ്രസന്റ് ടെൻസ് ആണ്, പക്ഷെ അത് പ്ലൂരൽ ആണ്, ബഹുവചനാണ്. അതുപോലെ there were എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, അത് പ്ലൂരൽ ആണ്, പ്ലസ് അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ there isഉം there areഉം പ്രസന്റ് ടെൻസിനെ പ്രതിപാദിക്കുന്നതാണെങ്കിൽ there wasഉം there wereഉം പാസ്റ്റ് ടെൻസിനെയാണ് പരാമർശിക്കുന്നത്. Is it clear? Yes.
എളുപ്പമല്ല. ഇപ്പൊ എന്തൊക്കെയാ ഇന്ന് മനസ്സിലാക്കിയെന്ന് അറിയോ? ദർ ഈസ് ഉണ്ട്, ദർ ആർ ഉണ്ട്, ദർ വാസ് ഉണ്ടായിരുന്നു, ദർ there were വേർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നീ ദർ വാസും ദർ വേറും വെച്ചിട്ട് ഞാനൊരു 2-3 സെന്റൻസ് പറയാം, എന്നിട്ടൊന്ന് പറയാൻ ശ്രമിക്കണേ സാധിക്കുന്നവരൊക്കെ. ഓക്കെ ഫൈൻ. ദർ വാസ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോ സിംഗുലർ ആണല്ലോ, ഏകവചനം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലെ. എനിക്ക് എന്താ പറയുന്നത്, എനിക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ദർ വാസ് എ ഫ്രണ്ട് അല്ലെ. ദർ വാസ് എ ഗുഡ് ഫ്രണ്ട്. ആർക്ക്? ടു Me. മീ. എനിക്ക് ടു മീ മീ ദർ വാസ് എ ഫ്രണ്ട്. മീ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സുഖല്യായ്മ ഉണ്ടല്ലോ സെന്റൻസിന്. ടു മീ എന്ന് പറയാം അല്ലെ. ദർ വാസ് എ ഫ്രണ്ട് ടു മീ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്കൊരു ബൈസിക്കിള് അല്ലെ. മുമ്പേ എനിക്ക് പണ്ട് അല്ലെ, ഇങ്ങനെ പറയാം 5 വർഷം മുമ്പ്, അങ്ങനെ പറയാം. 5 വർഷം മുമ്പ് 5 വർഷം മുമ്പ് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിൾ എന്ന് പറഞ്ഞത് ഒന്നാണല്ലോ, അതുകൊണ്ട് ദർ വാസ് എ സൈക്കിൾ അല്ലെങ്കിൽ ദർ വാസ് എ ബൈസിക്കിൾ എപ്പോ 5 years ബിഫോർ. ആർക്കാണ് അല്ലെ, ടു മീ എന്ന് വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. ദർ വാസ് എ ബൈസിക്കിൾ ടു മീ, അത് അവിടെ ചേർക്കാം. ദർ വാസ് എ ബൈസിക്കിൾ ടു മീ എപ്പോ 4 years അല്ലെങ്കിൽ 5 years ബിഫോർ മുമ്പ്, ആഫ്റ്റർ ശേഷം. അപ്പോ ദർ വാസ് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ കൂടെ പറയാം. സാധാരണ കഥകളിലാണ് ദർ വാസ് വെക്കാറ്. ദർ വാസ് എ കിങ്, എവിടെ? ദർ വാസ് എ കിങ് ഇൻ ദ ഫോറസ്റ്റ്. ദർ വാസ് എ കിങ്, ഒരു കിങ് ഒരാളായതുകൊണ്ട് ദർ വാസ് എ കിങ് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സെന്റൻസ് തുടങ്ങുന്നത്. ഇനിയിപ്പോ എനിക്ക് എന്റെ കയ്യില് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മലയാളമാണ് കിട്ടാത്തത്. എന്റെ കയ്യിൽ നല്ലൊരു ബാങ്കിൾ ഒരു വള ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ മുമ്പേ നല്ലൊരു വള ഉണ്ടായിരുന്നു. ദർ വാസ് എ ബാങ്കിൾ ടു മീ. എനിക്ക് ഉണ്ടായിരുന്നു. ദർ വാസ് എ ബാങ്കിൾ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, നീ അത് കണ്ടോ? നീ എവിടെയാ ഉണ്ടായിരുന്നത് വെച്ചാൽ ഞാൻ എന്റെ ബോക്സിൽ, ഇൻ ദ ബോക്സ് എന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ദർ വാസ് എ ദർ വാസ് എ വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞ മലയാളം ഞാൻ തന്നെ മറന്നു. ദർ വാസ് എ ഒരു സാധനം നാട്ട് പറഞ്ഞത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഓക്കെ. അപ്പൊ ദർ വാസ് സാധനമാക്കാം. തിങ് എന്നാണ് വസ്തു എന്നുള്ളതിന്. അല്ലാതെ നമുക്ക് ഞാൻ എന്റെ മോതിരം റിങ് ഈ പിന്നെ ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ദർ വാസ് എ റിങ് ഒന്നാണല്ലോ. ദർ വാസ് എ റിങ്, ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇൻസൈഡ് ദ ബോക്സ് എന്നോ അല്ലെങ്കിൽ ഇൻ ദ ബോക്സ് എന്നോ എന്നല്ലേ പറയാം. ഇൻ ദ ഷെൽഫ് എന്നോ അങ്ങനെയൊക്കെ. ഷെൽഫിന്റെ ഉള്ളിലാണെങ്കിൽ ഷെൽഫ്, ഇൻ ഉള്ളിൽ, ഓൺ മേലെ, അണ്ടർ താഴെ, നിയർ അടുത്ത്, ബിഹൈൻഡ് ബാക്കില് പുറകില്, ഇൻ ഫ്രണ്ട് ഓഫ് മുന്നില്. ഇങ്ങനെ. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ്. മറ്റേ വിത്തല്ല. WITH വിത്ത്. കൂടെ എന്ന് പറയാനും അത് കൊണ്ട് എന്ന് പറയാനും ഒക്കെ നമ്മള് വിത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. പ്രപ്പോസിഷൻസ് വലിയ യൂസ് ആണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദർ വാസ് ഫ്രിഡ്ജില് ഒരു എന്തുണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വന്ന് നോക്കുമ്പോ അത് കാണാനില്ല. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു. അത് നീ കഴിച്ചോ അല്ലെ. അപ്പൊ എന്താണ്? ദർ വാസ് എ ഫ്രൂട്ട് സാലഡ്. ദർ വാസ് എ ഫ്രൂട്ട് സാലഡ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ്. അപ്പൊ ദർ വാസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ദർ വാസ് ഉപയോഗിക്കാം, ഉണ്ടായിരുന്നു എന്ന് പറയാൻ. ഇനി ഒന്നിൽ കൂടുതലാണെങ്കിൽ ദർ വേർ ആണ് അല്ലെ. ദർ വേർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കൊരു 2-3 എക്സാമ്പിൾസ് നോക്കാം. ദർ വേർ അവിടെ കുറച്ച് എന്താണ്, പാർട്ടിയിൽ, ഒരു പാർട്ടിക്ക് പോയപ്പോ കുറച്ച് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദർ വേർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ട് ദർ വാസ് പറഞ്ഞാൽ പോരാ, ദർ വേർ പറയണം. ദർ വേർ മെനി ഫ്രണ്ട്സ് ഓഫ് മൈൻ, എന്റേത്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ട. ദർ വേർ മെനി ഫ്രണ്ട്സ്, അതും വേണമെന്നില്ല. ദർ വേർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദർ വേർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എവിടെ? ഇൻ ദ പാർട്ടിയിൽ, അല്ലെങ്കിൽ അറ്റ് ദ പാർട്ടി എന്നും പറയാം. ദർ വേർ മെനി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ദർ വേർ ഫ്രണ്ട്സ് ഇൻ ദ പാർട്ടി. ഇനി എവിടെയാണ്? ബസ്സില് കുറെ യാത്രക്കാരുണ്ടായിരുന്നു.
ബസ്സിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയാ there were a lot There of a lot a of lot of passengers. there were a lot of travelers അല്ലെങ്കിൽ Passengers passengers എവിടെ in the in the bus. bus. അങ്ങനെ പറയാം അങ്ങനെയൊക്കെ. അപ്പോൾ there were എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ ആകാശത്തിൽ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ചു നേരം മുമ്പ് നന്നായിട്ട് പറന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. ഞാൻ നോക്കുമ്പോ നേരത്തെ ഉണ്ടായിരുന്നു. there were A so lot of many birds. A lot birds. of പറയാം, so many പറയാം, many പറയാം, എന്ത് വേണം വെച്ചാൽ പറയാം. There were so many Birds. birds flying. വേറെ വരുമ്പോ പിന്നെ ഈസ് ആമ് ആറ് വോസ് വേറൊക്കെ വന്നാല് നമ്മളൊരു വെർബ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇൻജക്ഷൻ വെക്കണം. ഇൻജക്ഷൻ മീൻസ് ING. ഓക്കെ, ഈസ് ആമ് ആറ് വോസ് വേറൊക്കെ വന്നാൽ അതിനുശേഷം നമ്മളൊരു വെർബ് പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് ING കൊടുക്കണം. അപ്പൊ there were so many birds. എവിടെ ഫ്ലൈയിങ്, ഫ്ലൈ പോരാ, ഫ്ലൈയിങ് എവിടെ In in the the sky. sky. Yeah. Did you get it? Yes. Okay. That's all for today. അപ്പൊ there was വെച്ചിട്ടോ there were വെച്ചിട്ട് ഒരു സെന്റൻസ് ഒന്ന് പറയാൻ ശ്രമിച്ചോളൂ. There was ഉണ്ടായിരുന്നു. There was a car in my house. There was a car in my house. എന്റെ വീട്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നു. Very good. One more word. There were. There were so many so many There were so many birds. There അല്ല ബേർഡ്സ് പറഞ്ഞതാണല്ലോ അല്ലേ? birds പറഞ്ഞു, പറയാത്തത് പറയാൻ ശ്രമിച്ചോളൂ. There There were so many birds കേട്ടില്ല, in the farm. ക്ലിയർ ആയില്ല. There were so many Animals. Okay, there were so many animals In the farm. in the farm. Okay. In the farm. There were so many animals in the farm. Sorry. ഫാമില് ധാരാളം മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഉണ്ട് എന്നുള്ളതിന് ഹാസ് ഹാവ്, പക്ഷെ ഒരു വാചകത്തിന്റെ സ്റ്റാർട്ടിങ്ങില് there is there are. There is ഉണ്ട്, there are ഉണ്ട്. ഒരു വാചകത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ there is ഉം there are ഉപയോഗിക്കണം. സെൻട്രലാണെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് മതി. ഇനി ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഒരു വാചകത്തിന്റെ സെൻട്രൽ പോർഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഹാഡ് മതി, ഉണ്ടായിരുന്നു. ഇനി ഒരു സ്റ്റാർട്ടിങ്ങിൽ വരണമെങ്കിൽ there was there were. There was എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, there were എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. There is ഉം there was ഉം സിംഗുലർ ആണ്, there were ഉം there are ഉം പ്ലൂരൽ ആണ്. ഇനി ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നേരെ തിരിച്ചിട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലാവട്ടെ. Is there anybody ready for responding? റെസ്പോണ്ട് ചെയ്യാൻ ആരെങ്കിലും അവിടെ റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. Sinatha, is it clear for you? Did you understand today's class? There is, there are, there were, and there was. Did you get it? Yes, ma'am. Okay, thank you so much. Thanks for participating anyway. Utilize our magic English. Thank you so much, Sinatha. A doubt. Yeah. You can ask. നിങ്ങളൊരു പ്രത്യേക ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു ആർ എ സ്പെഷ്യൽ അങ്ങനെ പറയാൻ പറ്റുമോ? ക്യാരക്ടർ യു ഹാവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യു ആർ എ സ്പെഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ഫൈൻ. ഇനി ബാക്കിയും കൂടെ പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ I cannot I cannot or I can't understand. I can't understand you. ആരെ? നിങ്ങളെ. Identify you. അല്ല, തിരിച്ചറിയാൻ എന്നൊരു അർത്ഥം വരും. മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് മതി. അല്ലെങ്കിൽ ഐഡന്റിഫൈ തന്നെ തിരിച്ചറിയാം. അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിന് നമുക്ക് വേറെ വേർഡ്സ് ഉണ്ട്. ഒരു ഫ്രേസ് ആണെങ്കിൽ മേക്ക് ഔട്ട് എന്ന് പറയാം. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥമാണ്. I cannot you, അല്ലേ?
I can't understand you, I can't make out you. അങ്ങനെയും പറയാം. Okay, is it clear? Yes. Okay. Is there anybody connected? Isma. Hello? Hello? Isma. Isma, are Ah. you there? നീ ഇവിടെ ഉണ്ടോ? ഓക്കെ, ക്ലാസ് കേട്ടായിരുന്നോ? സ്റ്റാർട്ടിങ് മുതലേ കേട്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞുതരാം. എന്നിട്ട് മോൾക്കും കൂടെ അതിന്റെ എക്സാമ്പിൾസ് പറയാനുള്ള അവസരം തരാം. പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വാച്ച് ചെയ്യണേ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇന്ന് നമ്മൾ പറഞ്ഞതേ ഉണ്ട് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ്. അതെന്താ പറഞ്ഞേ? ഉണ്ട് എന്നുള്ളതിന് ഉണ്ട് എന്ന് പറയുന്നത് എന്താ ഇംഗ്ലീഷ്? യെസ്സോ? ഉണ്ട്. അത് യെസ്. അതെ. അതല്ല. ഹാസ്, അതുപോലെ ഹാവ് അല്ലെ? അങ്ങനെയല്ലേ പറയാ? ഹാസും ഹാവും ഉണ്ടെന്നാണ്. ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ്, ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ. അതുപോലെ അത് നമ്മള് ഹാസ് ഏതിന്റെ കൂടെ ഹാവ് ഏതിന്റെ കൂടെ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഓർമ്മയുണ്ടോ? Let me leave. Yeah, sure, you can. Okay, Thank you, you. Silpa. Okay. Okay. Isma? ഓക്കെ. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് കേട്ടോ. നമ്മള് ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് there is ഉം there are ഉം ഉപയോഗിക്കാം. അറിയാലോ? ഹാവും ഹാസും എവിടെയാ ഉപയോഗിക്കേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് എന്ന് ഞാൻ പറഞ്ഞു. I have, you have, they have, we have, he has, she has, it has, Shapna has. അങ്ങനെ ഒരു പാട്ടില്ലേ? Do you remember that song? Yes. ഓക്കെ. അപ്പൊ അതേപോലെ ഹാവും ഹാസും ഒക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. അതുപോലെ ഹാഡ് ആണെങ്കിൽ എല്ലാ സെന്റൻസിന്റെയും കൂടെ ഹാഡ് തന്നെയാണ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് ഒക്കെ വന്നാലും ഷപ്ന, ഇസ്മ എന്ത് വന്നാലും ഹാഡ് തന്നെയാണ്, മാറ്റില്ല. ഐ ഹാഡ്, യു ഹാഡ്, they had, we had, he had, she had, it had, ഷപ്ന had. അങ്ങനെ വരും. എല്ലാറ്റിന്റെ കൂടെ ഹാഡ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതൊന്നുമല്ല. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഈ ഹാവും ഹാസും ഹാഡൊക്കെ ഒരു വാചകത്തിന്റെ ഇടയിലല്ലേ വരിക. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, ഐ ഹാവ് എ പെൻ. സെൻട്രലല്ലേ വന്നേ, തുടക്കത്തിലല്ലല്ലോ. അതുപോലെ ഷീ ഹാസ് എ പെൻ, അവൾക്കൊരു പേനയുണ്ട്, ഇടയിലല്ലേ വന്നേ. അതുപോലെ ഹി ഹാഡ് എ പെൻ, അവനൊരു പേന ഉണ്ടായിരുന്നു. ഇതൊക്കെ സെൻട്രലാ വരിക. ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ ഉണ്ട് എന്ന് വരാൻ വേണ്ടിയിട്ട് there is ഉണ്ട്, there are ഉണ്ട്, there was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരോ സെന്റൻസ് ഞാൻ ഒരു സെന്റൻസ് പറയാം. ഇസ്മ ഉടനെ തന്നെ ഒരു സെന്റൻസും കൂടെ പറഞ്ഞു നോക്കുക. അത് പിന്നെ there is എന്ന് പറഞ്ഞു. thereന്റെ ഒറ്റയ്ക്ക് അർത്ഥം അവിടെ എന്നാണ്. ഓക്കെ, അതല്ല ഇത്. ഹാഡ് ഉണ്ടായിരുന്നു, HAD, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾക്ക് there is ഉം there are ഉം there was ഉം there were ഉം കൂടെ വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടെ പറയാം. എന്നിട്ട് മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. there is എന്ന് പറഞ്ഞാൽ ഉണ്ട്, there are എന്ന് പറഞ്ഞാലും ഉണ്ട്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ നമ്മൾ there is ഉം there are ഉം ഉപയോഗിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. there is എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച്, ഏകവചനാണെങ്കിൽ there is ആണ്, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ there are ആണ്. അതുപോലെ ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒരു വാചകത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ there was ആണ്, ഉണ്ടായിരുന്നു, there was ഉണ്ടായിരുന്നു. അതുപോലെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ there were ആണ്. നമുക്ക് പറഞ്ഞു നോക്കാം, അപ്പൊ കിട്ടും. there is a book, ഒരു പുസ്തകമുണ്ട്. എവിടെ? on the table, മേശയുടെ മേലെ ഒരു പുസ്തകമുണ്ട്. there is വെച്ചിട്ടല്ലേ തുടങ്ങിയത്. there is a book on the table. ഇതേപോലെ ഒരൊറ്റ സെന്റൻസ് there is വെച്ചിട്ടൊന്ന് പറഞ്ഞോളൂ, പെട്ടെന്നാണ്. There is a pen on a book. on a book വേണ്ട, on the book. there is a pen on the book അല്ലെ? ബുക്കിന്റെ മേലെയാണോ പേന വെച്ചിരിക്കണേ? മേലെയാണെങ്കിൽ ഓൺ ആണ്, ഉള്ളിലാണെങ്കിൽ ഇന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ there is അണ്ടർ ആണ്. അടുത്താണെങ്കിൽ നിയർ ആണ്. മുന്നിലാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നാണ്. പിറകിലാണെങ്കിൽ ബിഹൈൻഡ് ആണ്. അങ്ങനെ നമുക്ക് കുറച്ച് പ്രപ്പോസിഷൻസ് എന്നൊക്കെ പറയും. നമുക്ക് കൂടുതൽ ക്ലാസ്സിൽ എന്തായാലും
സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ കൂടെ എക്സാമ്പിൾസ് നോക്കാം. പ്ലസ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ് മുതൽ കേൾക്കാനും പറ്റും. നമുക്ക് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞെന്തോ എന്തായാലും നോക്കാം കേട്ടോ. അപ്പോ ദറീസിന്റെ കാര്യം സെറ്റ് ആയില്ലേ, മനസ്സിലായില്ലേ? ദറീസ് ഇനി ദറീസ് ഒന്നായതുകൊണ്ടാണ് അല്ലെ. മോളൊരു പേന ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? പേന തന്നെയാണോ പറഞ്ഞേ? പെൻ. ആണ്. അപ്പൊ ഇനി ഒന്നിൽ കൂടുതൽ പേനകളായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ദറീസ് പറ്റില്ല. അപ്പൊ എന്ത് വേണ്ടി വരും? ദർ ആർ വേണ്ടി വരും. അങ്ങനെ ദർ ആർ വെച്ചിട്ട് ഒരു സെന്റൻസ് പറയും. There are so many pen. പെന്ന് പോരാ, പെൻസ്. എസ് വേണം അല്ലെ. There are so many pens. എവിടെ? സ്ഥലം പറയണം. There are so many pens on the table. on the table. There are so many pens. ഒരുപാട് പേനകളുണ്ട്. എവിടെ? On the table. മേശയുടെ മേലെ. കറക്റ്റ് ആണ്. അപ്പൊ there is ഉം there are ഉം ഓക്കെ ആയില്ലേ? നിങ്ങൾക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരത്തില്ലേ പരീക്ഷയ്ക്ക്? പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ചിത്രം. അപ്പൊ ഈ there is ഉം there are വെച്ചിട്ട് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അതുപോലെ ഇനി ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു നമ്മൾ മിക്കവാറും പല കഥകൾ എഴുതുമ്പോഴാണ്. ഒരു കഥ എഴുതുമ്പോ പണ്ടൊരിക്കലും ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ, രാജാവിന് 2 മക്കൾ ഉണ്ടായിരുന്നു, കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ഹാഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയും, പക്ഷെ അത് ഇടയിലാണ്. അതായത് ഐ ഹാഡ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബൈസിക്കിൾ, എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ഹാഡ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരാൻ പറ്റില്ല ഹാഡിന്. അപ്പൊ നമ്മൾ ദറീസും ദറാറും പറഞ്ഞതുപോലെ ദർ വാസ്, അതുപോലെ ദർ വേർ, ഇത് രണ്ടും ഉപയോഗിക്കാം. ദർ വാസ് ആണെങ്കിൽ ദറീസിന്റെ പോലെ ഏകവചനാണ്. ദർ വാസ്, WAS, വാസ്, ഉണ്ടായിരുന്നു. അതുപോലെ ദർ വേർ എന്ന് പറഞ്ഞാലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ദർ വാസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ദർ വേർ എന്ന് പറഞ്ഞാലും ഉണ്ടായിരുന്നു. ഈ വേർ WHERE വേർ അല്ല, WERE വേർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ദർ വേർ ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ ദർ വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാ, ഏകവചനാണ്. ദർ വേർ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. അപ്പൊ നമുക്ക് ദർ വാസ് കൊണ്ട് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ദർ വാസ്, പറഞ്ഞോളൂ മോള് പറഞ്ഞോളൂ. There was a tree. ഞാൻ പറഞ്ഞത് വേണ്ട, വേറെ പറയൂ. There was a cycle. അതും വേണ്ട. നിന്റെ മുന്നിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പറഞ്ഞു. റൂമിൽ എന്താ ഉള്ളത്? There was, അത് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ള പോലെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. There was a table. There was a table. എവിടെയാ ഉള്ളത്? അതും കൂടെ ചേർക്കണം, അപ്പോഴാ ഫുൾ ആവുള്ളൂ. There was a table near of the bed. near of വേണ്ട, near the bed. There was a table ആണോ പറഞ്ഞേ? അതെ അല്ലെ. There was a table near the bed അല്ലെ. ബെഡിന്റെ അടുത്ത് എന്തുണ്ട്? മേശയുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ മോൾക്ക് there was വെച്ചിട്ട് പറയാൻ പറ്റിയില്ലേ? ഇനി ഒന്നും കൂടെ നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. there were, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ നമ്മൾ there were ആണ് ഉപയോഗിക്കുക. അതും കൂടെ ഒന്ന് പറഞ്ഞു നോക്കോളൂ. there were so many നോ, many നോ, a lot of നോ, എന്തോ വെച്ചിട്ട് പറയാം. there were so many chairs. chairs ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് yes ചേർത്തു. there were so many chairs. അവിടെ ഇടാൻ പാടില്ല. ബാക്കി എവിടെയാണ് ചെയർസ് ഉള്ളത്? There were so many chairs in dining hall. In the dining hall. There were so many chairs. എവിടെ? There were so many chairs. ധാരാളം chairs, കസേരകൾ ഉണ്ടായിരുന്നു. എവിടെ? In the dining hall. Dining ഹാളിൽ. കറക്റ്റ് ആണ്. അപ്പൊ മോൾക്ക് ക്ലിയർ അല്ലേ ഇന്ന് പറഞ്ഞ കാര്യങ്ങള്? There is ഉണ്ട്, there are ഉണ്ട്, there was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. Did you get it? Did you understand? Yes. Okay. അപ്പൊ പിന്നെ ചാനൽ കൂടെ വീക്ഷിക്കുക, കൂടുതൽ ക്ലിയർ ആകും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എന്നോട് ചോദിക്കാം കേട്ടോ. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. യു ക്യാൻ ലീവ് നൗ. ഇനി ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉള്ളവരുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യൂ.
Nobody's here. Okay, nobody's ready for responding, I Nisma think. boy. Okay, thank you. You can leave. Mm. So, my dear friends, let's wind up today's session. Thank you for cooperating. Thank you for listening. Keep watch. What? Shapna Shahruk's Magic English YouTube channel, and as well as what? A playlist of live sessions. Bye. Good night.